അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ശഅബാൻ മാസത്തിൽ റമദാനിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് നാം എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനെ കുറിച്ച് പറഞ്ഞതുപോലെ അശ്രദ്ധരാകുന്ന മാസത്തിൽ നമ്മൾ സജീവമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ഇന്നഹു ശഅറുൻ തുർഫഉ അഅമാലു ഫീഹി. ഈ മാസത്തിലാണ് അമലുകൾ ഉയർത്തപ്പെടുന്നത്. ആ അമലുകളുടെ ഉയർത്തലിന്റെ വാർഷികത്തിൽ നമ്മൾ അമലുകൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട് സജീവമാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട 3 പ്രധാന ആരാധനകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോടും സംവദിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഈ ശഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആരാധന എന്നത് ഹൃദയത്തിന്റെ സംസ്കരണമാണ്, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. കാരണം എല്ലാ അമലുകളുടെയും എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. അതിന്റെ ശുദ്ധീകരണമാണ് നമ്മുടെ ബാക്കി എല്ലാ കർമ്മങ്ങളെയും അത് കൃത്യമായി അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ, യഗ്ഫിർ ലികുല്ലി അബ്ദിൻ ഇല്ലാ ലിമുശ്രികിൻ വറജുലിൻ ബൈനഹു വബൈന അഖീഹി ശഅന. അല്ലാഹു എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കുന്നതാണ്, പക്ഷേ 2 ആളുകൾക്ക് ഒഴികെ. അതിൽ ഒരാൾ അള്ളാഹുവിന്റെ ആരാധനയിൽ പങ്കുചേർത്തവനാണ്. മറ്റൊരുത്തൻ തന്റെയും തന്റെ സഹോദരനിടയിലും ശത്രുത, വിദ്വേഷം, പക നിലനിർത്തിയവനാണ്. നാഥൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്താഗതികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ സംസ്കരണം സാധ്യമാക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശഅബാനിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന കർമ്മം നമ്മുടെ ഹൃദയ ശുദ്ധീകരണമാണ്. ശരിക്കും ശഅബാൻ ബന്ധം ചേർക്കലിന്റെയും സുന്നത്ത് കർമ്മങ്ങളുടെയും അതുപോലെ തന്നെ ഹൃദയ സംസ്കരണത്തിന്റെയും മാസമാണ്. നമ്മൾ അത് നേടിയെടുക്കുന്നതിനോട് കൂടി നമ്മുടെ ആരാധനകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ശഅബാനിൽ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ആരാധന എന്നത് നോമ്പ്. നമ്മൾ അനുഷ്ഠിക്കുന്ന വയറുകൊണ്ടുള്ള നോമ്പ്, ഭക്ഷണങ്ങൾ ത്യജിച്ചുകൊണ്ടുള്ള ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നോമ്പ് തുറക്കാത്ത വിധം നബി നോമ്പ് നോറ്റിരുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന വിധം നോമ്പ് നോൽക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാന്റെ ഭൂരിഭാഗവും നോമ്പ് നോറ്റിരുന്നു എന്നാണ് പറയാറുള്ളത്. സോമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലമ ശഅബാൻ, നബി ശഅബാൻ മാസത്തിൽ ഭൂരിഭാഗവും നോമ്പ് നോറ്റിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബിയോട്, ഇത് റമദാൻ അല്ലാതിരിക്കെ താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയധികം നോമ്പ് നോക്കുന്നതെന്ന് ചോദിക്കാൻ കാരണം. പിന്നെ നമ്മൾ നോമ്പിന്റെ ശ്രേഷ്ഠത എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളെ നരകത്തെ തൊട്ട് 70 വർഷത്തോളം വിദൂരമാക്കാനുള്ള ശക്തി നോമ്പ് എന്ന ആരാധനയ്ക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫതൻ. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനം നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖത്തെ അള്ളാഹു നരകത്തെ തൊട്ട് 70 വർഷം വിദൂരത്താക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ നോക്കുന്ന നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മുടെ മുഖത്തെ നരകത്തെ തൊട്ട് 70 വർഷത്തോളം വിദൂരത്താക്കാൻ സഹായിക്കും എന്നതാണ്. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ തയ്യാറെടുക്കുകയാണല്ലോ. റമദാനിൽ നോമ്പിൽ കൂടുതൽ താല്പര്യത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും നോമ്പ് നോക്കാൻ നമ്മൾ ശഅബാനിൽ നോമ്പ് നോക്കുന്നതോടു കൂടി സാധിക്കുന്നു. ബറാത്തിനാവും അതുപോലെ തന്നെ മാസത്തിലുള്ള അയ്യാമുൽ ബീർ, എല്ലാ അറബി മാസത്തെയും 13, 14, 15 നോമ്പുകളെ അയ്യാമുൽ ബീർ എന്നാ പറയാറ്. അതും പ്രത്യേകം സുന്നത്തുള്ള നോമ്പുകളാണ്. അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ശഅബാനിൽ തയ്യാറെടുത്തുകൊണ്ട് തന്നെ റമദാനിൽ നമ്മുടെ ഖുശൂഅോടുകൂടി നല്ല മനസാന്നിധ്യത്തോടു കൂടി തന്നെ നോമ്പുകൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ശഅബാനിൽ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാന ആരാധന എന്നത് തൗബയാണ്.
നമ്മുടെ പാപങ്ങൾ എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. മനുഷ്യൻ അവന്റെ സൃഷ്ടി തന്നെ ഖുലിഖൽ ഇൻസാനു ദഈഫ, ഖുർആൻ തന്നെ അടിവരയിടുന്നു. അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിട്ടാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ പാപമോചനം, തന്റെ തെറ്റുകളിലുള്ള പശ്ചാത്താപമാണ് മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ടല്ലോ, ലല്ലാഹു അശദ്ദു ഫർഅൻ ബിതൗബതി അഹദികും മിൻ അഹദികും ബിദ്ദാലതിഹി ഇദാ വജദഹ. അല്ലാഹുവിന് ഏറ്റവും നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മുടെ തമ്പുരാനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഒരു കാര്യം ചെയ്തുകൂടെ? അത് ചെയ്യാൻ സാധിക്കുന്ന, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് തൗബ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങളുടെ തൗബ കൊണ്ട് അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിന്റെ തീവ്രതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ അവന് നഷ്ടപ്പെട്ട മുതൽ അവൻ തെരഞ്ഞു കണ്ടെത്തുമ്പോൾ എത്രത്തോളം അവനക്ക് സന്തോഷം ഉണ്ടാകുമോ, അതിനേക്കാൾ നിങ്ങളുടെ തൗബ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ശഅബാനിൽ നമ്മൾ തൗബ ചെയ്യണം. നമ്മൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഇൻഷാ അല്ലാഹ് ഈ 3 അമലുകൾ, നോമ്പ്, ഹൃദയത്തിന്റെ വിശുദ്ധി, തൗബ, ഇത് എല്ലാം, ഈ 3 കർമ്മങ്ങൾ ശഅബാനിൽ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് റമദാനിലേക്ക് തയ്യാറാകാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കർമ്മങ്ങൾക്കുള്ള കൃത്യമായ പ്രതിഫലം നാഥൻ നൽകട്ടെ. അമലുകളിൽ സംഭവിക്കുന്ന എല്ലാ തെറ്റുകളും പുറത്തുകൊണ്ട് സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.